Hello guys, welcome back to my channel. Video.Its channel വീണ്ടും സ്വാഗതം. So guys, ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. നമ്മളോട് ചിലർ ചോദിച്ചു ഈ അൺബോക്സിംഗ് ഒന്നും നമ്മുടെ ചാനലിൽ കാണാനില്ല എന്ന്. അപ്പോൾ നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഞാൻ മേടിച്ചേക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേസർ ലൈറ്റ് ആണ്. നമ്മൾ സാധാരണ ക്രിസ്മസിനും പിന്നെ മറ്റു പരിപാടികൾക്ക് ഉപയോഗിക്കുന്ന ഒരു മിനി ലേസർ ലൈറ്റ് ആണ് നമ്മൾ മേടിച്ചേക്കുന്നത്. നമ്മളൊരു ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 860 rupees ആണ് ഈ ഒരു ലേസർ ലൈറ്റിൻ്റെ പ്രൈസ്. അപ്പോൾ നമ്മളിത് മേടിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്രിസ്മസ് സംബന്ധിച്ചു പിന്നെ DJ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇച്ചിരി കൂടി കളറാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ലേസർ ലൈറ്റ് മേടിച്ചത്. അപ്പോൾ നമുക്ക് പിന്നെ ഈ ലേസർ ലൈറ്റ് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, ചിലവർ മേടിക്കണം നല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കിയേക്കാന്ന് ചോദിച്ചു. പിന്നെ അപ്പോൾ ആൾക്കാർക്ക് നമുക്ക് റെഫറൻസ് ചെയ്യാമല്ലോ. വീട്ടിലിപ്പോൾ ചെറിയൊരു പാർട്ടിയോ അല്ലെങ്കിൽ ക്രിസ്മസിനൊക്കെ ഇങ്ങനത്തെ ലേസർ ലൈറ്റ് മേടിച്ച് നോക്കാൻ നല്ല കളറായിരിക്കും. ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി 2-3 ലൈറ്റ് കൊണ്ട് മേടിക്കാണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒരു അൺബോക്സ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. സോ ഗൈസ്, അതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കുക. അപ്പോൾ ഞാൻ അധികം വഹിക്കുന്നില്ല. നമ്മളിന്ന് ഓർഡർ ചെയ്താക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേസർ ലൈറ്റ് ആണ്, മിനി ലേസർ ലൈറ്റ് ആണ്. അപ്പോൾ നമുക്കിനി അൺബോക്സ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യം നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്കിവിടെ പോട്ടിയം മിനി LED ലേസർ പ്രൊജക്ടർ ക്രിസ്മസ് ഡെക്കറേഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ വിലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 859. അപ്പോൾ ഇത്രയും ചെറിയൊരു പെട്ടിയാണ്, ചെറിയൊരു ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ സീൽ ഇവിടെയാണ് നമുക്ക് ഇവിടുന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് മുറിച്ചെടുക്കാം. നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം ഗൈസ്. അപ്പോൾ അതിനേക്കാളും ചെറിയൊരു പെട്ടിയാണ് അകത്ത് വേറെ വെച്ചാക്കണേ. ഏറ്റവും ചെറിയൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ പെട്ടി. നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ രണ്ട് അൺബോക്സ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ മിനി ലേസർ സ്റ്റേജ് ലൈറ്റ് എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടു കാണും. ഈ സാധനം കടകളിലൊക്കെ മുമ്പ് നമ്മൾ മേടിക്കാൻ കിട്ടിയിരുന്ന സാധനമാണ്. അപ്പോൾ ഇത് ബ്ലൂവിലും ഉണ്ട്, ബ്ലാക്കിലും ഉണ്ട്, പിന്നെ വൈറ്റ് കളറിലും ഉണ്ട്, റെഡ് കളറിലും ഉണ്ട്. ഇതിനോട് ഇതേക്കണ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് മസ്റ്റ് സി ഹൈ ബ്രൈറ്റ് ലൈറ്റിനിങ് എഫക്റ്റ്, പിന്നെ അതിൻ്റെ വാട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ഡയാമീറ്ററും ഇതൊക്കെ എഴുതിയിട്ടുണ്ട്, പിന്നെ സൗണ്ട്, ഓട്ടോ സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാനത് വാച്ച് ചെയ്തിട്ടുണ്ട്, വോൾട്ടേജ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അതൊരു കവറിങ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ് ഗൈസ്, നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടി, ഒരു സ്റ്റാൻഡ് പോലത്തെ സാധനം. കുഴപ്പമില്ലാത്തൊരു സ്റ്റാൻഡാണ് ഗൈസ്. ഒരു ചെറിയൊരു സ്റ്റാൻഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സീനില്ല, ഇങ്ങനെ സ്റ്റാൻഡ് കിട്ടി. നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പ്രൊഡക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഈ പെട്ടിയിൽ മാറ്റി വെക്കാം. പെട്ടിയിലൊക്കെ അതൊന്നുമില്ല. അതിൻ്റെ ബാക്കിലായിട്ട് നമുക്കൊരു മാനുവൽ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് മാനുവലൊക്കെ ഉണ്ട്. അതിൻ്റെ ഓപ്പറേഷൻസൊക്കെയാണ് വന്നിരിക്കുന്നത്. യൂസർ മാനുവലാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കാം ഗൈസ്. പ്രൊഡക്റ്റ് ഒരു നല്ലൊരു കവറിങ്ങിലൊക്കെ ആ സൂക്ഷിച്ച് കൊണ്ടുവരാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ക്വാളിറ്റിയാണ് ഗൈസ്, ഒന്നും പറയില്ല. ഇതിൻ്റെ ക്വാളിറ്റി അടിപൊളി ഒരു ക്വാളിറ്റിയാണ്. ഈ പ്രൊഡക്റ്റ് കാണുന്ന പോലെയല്ല. പക്ഷേ ഭയങ്കര ചെറുതാണ്, നമ്മുടെ കയ്യിലേക്ക് ഇരിക്കണം. ഭയങ്കര ചെറിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ അത്രയുള്ള പ്രശ്നം, വേറെ പ്രശ്നമില്ല. നമുക്കിതിൻ്റെ ഒരു ലൈറ്റിങ് കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും മൈക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ട് ഒരു കുറച്ച് ഹോൾസ് ഉണ്ട്. പിന്നെ ഒരു ഓപ്പറേറ്റാണ് തിരിക്കുന്ന സാധനമൊക്കെ ഉണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. പിന്നെ മോഡെന്ന് എഴുതിയിട്ടുണ്ട്, മ്യൂസിക്, ഓട്ടോ, പിന്നെ ഓഫ്, 1 2 3 എന്ന് പറഞ്ഞ 2-3 സാധനവും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിൽ. പിന്നെ ഒരു ഫാനാണ് ഇതിൻ്റെ അകത്തിരിക്കണം, അതിനുള്ള ഹോളാണ് ഇട്ടാകണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എന്നാൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ടും നല്ലൊരു ക്വാളിറ്റി തന്നെ കിട്ടും എന്നാണ് തോന്നുന്നത്. മുമ്പ് ഞാൻ കണ്ടതിൽ ഇതുപോലെ തന്നെ വേറെ ഒരെണ്ണം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഇവിടെ നമുക്കൊരു അഡാപ്റ്ററാണ് വരുന്നത്. ഇതെനിക്ക് ഡയറക്റ്റ് കണക്ടിവിറ്റിയാണ്. ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് ലേസർ അപ്പർച്ചർ ഡു നോട്ട് എക്സ്പോസ് ടു നേക്കഡ് ഐ. കണ്ണിലേക്ക് അധികം ഇത് ഫോഴ്സ് ചെയ്തത്, കണ്ണിലേക്ക് ഫോഴ്സ് ചെയ്ത് ചിലപ്പോൾ കണ്ണൊക്കെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിത് മേടിക്കുകയാണെങ്കിൽ കണ്ണൊക്കെ ഈ കുട്ടികളൊക്കെ ചിലപ്പോൾ ഇതിലേക്ക് നോക്കിയിരിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കണ്ണിലേക്ക് അടിച്ച് കഴിഞ്ഞാൽ കണ്ണ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ലൈറ്റ് മേടിച്ചപ്പോൾ ഇതിനകത്ത് കിട്ടും. പിന്നെ ഞാൻ നല്ലൊരു യൂസർ മാനുവൽ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ വന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്യണ്ടോ, ഇതിൻ്റെ സാധനം എങ്ങനെ ഉണ്ട്, ലുക്ക് മാത്രമേ ഉള്ളൂ, അതോ ക്വാളിറ്റി പിന്നെ വർക്കിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് ഹാങ് ചെയ്യാനുള്ളൊരു ഇതും കൂടി എൻ്റെ കൂടെ ഉണ്ട്, കണ്ടോ, തൂക്കിയിടാനുള്ള സാധനം കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിത്
നോക്കാം ഗൈസ്, ഇതിൻ്റെ വർക്ക് ഇങ്ങനെ നോക്കാം. സോ ഗൈസ് നമ്മളിതൊന്ന് അയച്ചിട്ട് ഇതൊന്ന് കണക്ട് ചെയ്യാൻ പോകുന്ന പ്ലഗിലേക്ക് ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത് ത്രെഡിങ് ഒന്ന് അയക്കുകയാണ്. അയച്ചിട്ടുണ്ട്, അത്യാവശ്യം നീളമൊക്കെ വരുന്നുണ്ട്. നമ്മൾ നേരെ പ്ലഗിലേക്ക് ഒന്ന് കൊടുക്കുകയാണ് ഇതിൻ്റെ കണക്ഷൻ. എന്നിട്ട് നമുക്കിവിടെ വെച്ച് നോക്കാം. നേരെ പ്ലഗിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തു. നമുക്ക് ലേസറോട് വെച്ച് നോക്കാം. എന്നിട്ട് നമ്മൾ മേളത്തെ ഫ്ലെക്സിലേക്കാണ് നമ്മൾ അടിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് ലൈറ്റ് ഒന്ന് എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ ഇച്ചിരി എഫക്റ്റീവായിരിക്കുന്നതാണ് ഇരിക്കുന്നത്. ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഓഫ് ഇങ്ങോട്ട് ഓണ് നേരെ അങ്ങോട്ട് തിരിച്ചാൽ 1 2ലേക്കൊക്കെ തിരിച്ചാൽ ഓൺ ഓഫാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയാണ് ഗൈസ്. ആ ലൈറ്റിൻ്റെ ഇതിപ്പോൾ ലൈറ്റ് ഉണ്ട്, എനിക്ക് മനസ്സിലായി ഇത് കണ്ടപ്പോൾ തന്നെ. അപ്പോൾ ലൈറ്റാണ്. നമുക്കിനി ഇതിൻ്റെ ലൈറ്റിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു ലൈറ്റ് കെടുത്തിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ജസ്റ്റ് ഞാനപ്പോൾ ലൈറ്റ് കെടുത്തിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ് നമ്മുടെ ലൈറ്റ് ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. അടിപൊളി ലൈറ്റാണ്. റൂം ഫുള്ള് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന റൂം ഫുള്ള് അടിപൊളിയായിട്ട്. ഞാനിപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യണത്, ആ റൂം ഫുള്ള് വരുന്നുണ്ട്. നമുക്കിത് മോഡ് 2 ഒന്ന് ഇട്ട് നോക്കാം ഗൈസ്. മോഡ് 2ലേക്ക് ഇടുമ്പോൾ ജസ്റ്റ് മിന്നലൊരു ടൈപ്പാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പിന്നെ വേറൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ഒരു സോങ് ഇട്ട് കഴിഞ്ഞാൽ ആ സോങ്ങിൻ്റെ കൂടെ അത് മിന്നിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നേരെ പഴയ മോഡിലൊക്കെ ഉണ്ട്. പിന്നെ അത് ഫാനിൻ്റെ സ്പീഡൊക്കെ ഉണ്ട്. ഒരു പാർട്ടിയിലൊക്കെ കൊടുക്കേണ്ടത്. നമുക്കിത് സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ ഫാൻ്റെ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റില്ലായിട്ട് നമുക്ക് നിൽക്കും. നമുക്കപ്പോൾ അടിപൊളി ഒരു ലൈറ്റ് ഉണ്ട്. നമുക്കിത് ഫുൾ സ്പീഡ് എത്ര ഉണ്ടെന്ന് നോക്കാം ഗൈസ്. ഇതാണ് ഈ ഫാൻ്റെ ഫുൾ സ്പീഡ് ഇട്ടപ്പോഴുള്ളൊരു പെർഫോമൻസ്. നമ്മളിപ്പോൾ ഒരു സോങ് ഒക്കെ ഇട്ട് നോക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു സോങ്ങിനനുസരിച്ച് ആ ലൈറ്റ് ഇതെന്നൊക്കെ പറയണ്ടായി ചിലവർ മേടിച്ചപ്പോൾ. അങ്ങനത്തെ ഒരു പെർഫോമൻസ് കിട്ടും എന്നൊക്കെ പറയണ്ടായി. നമ്മളിപ്പോൾ സോങ് ഇടുവാണെങ്കിൽ സോങ്ങിനനുസരിച്ച് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതുകൊണ്ടൊക്കെ ഇരിക്കും. നമുക്കിനി മോഡ് 3ലേക്ക് ഇട്ട് നോക്കാം ഗൈസ്. മോഡ് 3ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ നോക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതാണെന്ന് തോന്നുന്നു എനിക്ക് മറ്റേ ലൈറ്റ് മിന്നണനുസരിച്ചുള്ള സോങ്ങിനനുസരിച്ചുള്ള ഒരു മോഡ്. അപ്പോൾ ഫാൻ സ്പീഡ് ഒരു മീഡിയത്തിൽ ഇട്ട് നോക്കട്ടെ. യെസ് ഗൈസ്, മീഡിയത്തിൽ ഇട്ടപ്പോൾ ചെറിയ സ്പീഡിലാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയിലുണ്ട് ലൈറ്റ്. നല്ല അടിപൊളി ലൈറ്റാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ ഈ ലൈറ്റ് മേടിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ചിലർ ഇത് മേടിച്ചപ്പോൾ പറഞ്ഞു, വേറെ ചില ബയേഴ്സിൻ്റെ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ മേടിച്ചപ്പോൾ പറഞ്ഞു കംപ്ലയിൻറ്റ് ഉണ്ടായി, പിന്നെ ലൈറ്റിന് ബ്രൈറ്റ്നസ് ഇല്ല, ഡാമേജ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റേറ്റിംഗ് ഉള്ള ബയേഴ്സിൽ നിന്ന് മേടിക്കുക. ഇപ്പോൾ ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും വേറെ ഏത് ഷോപ്പിംഗ് വെബ്സൈറ്റ് ആണെങ്കിലും പല പല ബയേഴ്സ് ആയിരിക്കും സെല്ല് ചെയ്യുക. അപ്പോൾ അതുപോലെ റേറ്റിംഗ് ഉള്ള ബയേഴ്സും പിന്നെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ മേടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടാവും. കംപ്ലയിൻ്റ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടാവുന്നല്ല. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കംപ്ലയിൻറ്റ് കിട്ടിയാൽ തന്നെ നിങ്ങളത് റീഫണ്ട് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് ഒരു 7 ദിവസമോ അല്ലെങ്കിൽ 21 മാസമൊക്കെ ചില പ്രൊഡക്റ്റ്സിനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചിട്ട് വേണം നിങ്ങളത് ബൈ ചെയ്യാൻ തന്നെ. അപ്പോൾ ഒന്നെങ്കിൽ റീഫണ്ട് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ നമുക്കത് കാണപ്പെടുന്നതാണ്. റീഫണ്ട് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു വീഡിയോ ചെയ്തേ ഉള്ളൂ. ഈ ഒരു ബഡ്ജറ്റ് ലൈറ്റ് ഞാൻ പറഞ്ഞ പോലെ ലേസർ. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ ആവശ്യമുണ്ട് ഒന്നുകൂടി ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ മേടിച്ച ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ മേടിച്ച പ്രൊഡക്റ്റിന് ഒരു കുഴപ്പമുണ്ടായില്ല. നിങ്ങൾ കണ്ടാണല്ലോ, എല്ലാം അടിപൊളിയായിരുന്നു. നല്ലൊരു ലൈറ്റ് തന്നെയാണ്, കുഴപ്പമില്ല. അത്യാവശ്യം വീടിനകത്തൊക്കെ വെക്കാൻ പറ്റുന്ന ലൈറ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്തേക്കുക. അപ്പം നമ്മൾ പുതിയൊരു അടിപൊളി വീഡിയോ ഇട്ടുന്നതായിരിക്കും.